നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആണവായുധം എന്ത് യുദ്ധഭീഷണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രാജ്യവും നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ആണവായുധങ്ങൾ. ആണവായുധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതാണ്. ഇപ്പോഴും പലയിടങ്ങളിലും ആണവായുധം പ്രയോഗിച്ചതിൻ്റെ ദോഷ്യഫലങ്ങൾ ഭാവി തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ആണവായുധം ഉപയോഗിക്കാൻ മുതിരുകയാണെങ്കിൽ അത് എത്ര വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആഘാതം മാറാനായിട്ട് സമയമെടുക്കും. പാകിസ്ഥാൻ മുതൽ റഷ്യ വരെ ആണവായുധങ്ങൾ ഇക്കാലത്ത് ഒരു ചൂടുള്ള വിഷയമാണ്. എല്ലാ ആണവായുധങ്ങളുടെയും കാതലായ ഒരു പ്രധാന ഘടകമാണ് യുറേനിയം എന്ന് പറയുന്നത്. പലപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു, അല്ലെങ്കിൽ യുറേനിയം വലിയൊരു കലവറ തന്നെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല റിപ്പോർട്ടുകളൊക്കെ തന്നെ പലപ്പോഴും പുറത്തു വരാറുണ്ട്. വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് ഏകദേശം 20 രാജ്യങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും അവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ മുന്നിലുള്ളത് മറ്റൊരു രാജ്യമാണ്. അതാണ് കസാക്കിസ്ഥാൻ. ഏകദേശം 20 ദശലക്ഷം ജനസംഖ്യ മാത്രമുള്ള കസാക്കിസ്ഥാനിൽ 70% മുസ്ലിങ്ങളാണ്. ജനസംഖ്യയുടെ 17% മാത്രം വരുന്ന ക്രിസ്ത്യാനികളാണ് രണ്ടാമത്തെ വലിയ വിഭാഗം. ജനസംഖ്യ കുറവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപ്പാദകരാണത്രേ കസാക്കിസ്ഥാൻ. ഏകദേശം പ്രതിവർഷം 21,000 ടണ്ണാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുടെ കണക്കെടുത്താൽ കാനഡ 7,351 ടണ്ണും നമീബിയ 5,613 ടണ്ണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കസാക്കിസ്ഥാന്റെ യുറേനിയം ഉൽപ്പാദനത്തിന് ഭൂമിശാസ്ത്രപരമായി വലിയ പങ്കുണ്ട്. യുറേനിയം സംഭരിക്കാൻ സ്വാഭാവികമായി അനുയോജ്യമായ വലിയ പാറക്കൂട്ടങ്ങളാൽ സമ്പന്നമാണ് കസാക്കിസ്ഥാന്റെ ഭൂമി. ചരിത്രപരമായി കസാക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് സോവിയറ്റ് ശാസ്ത്രജ്ഞർ യുറേനിയം പര്യവേക്ഷണം ചെയ്യുകയും വ്യാപകമായി ഖനനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നും പ്രവർത്തിക്കുന്ന പല ഖനികളും അക്കാലത്ത് സ്ഥാപിതമായവയാണ്. യുറേനിയം വേർതിരിച്ചെടുക്കൽ വില കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദപരമാക്കുന്ന ഒരു പ്രത്യേക ഖനന സാങ്കേതിക വിദ്യയും കസാക്കിസ്ഥാൻ ഉപയോഗിക്കുന്നു. ലോകത്തിലെ മൊത്തം യുറേനിയത്തിന്റെ 30% കസാക്കിസ്ഥാനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാവശ്യമായ മൂലകങ്ങളിൽ ഒന്നാണ് യുറേനിയം. എന്നാൽ എല്ലാത്തരം യുറേനിയവും ഈ ആവശ്യത്തിന് അനുയോജ്യമല്ല. ആണവായുധങ്ങളിൽ ഉൾപ്പെടുന്ന 2 പ്രധാന തരങ്ങൾ യുറേനിയം 238, യുറേനിയം 235 എന്നിവയാണ്. പ്രകൃതിയിൽ ഏറ്റവും സാധാരണയായി കാണുന്ന രൂപമാണ് യുറേനിയം 238. പക്ഷേ ഇത് നേരിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാറില്ല. മറുവശത്ത് യുറേനിയം 235 അപൂർവമാണ്, പക്ഷേ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുന്നതിന് വളരെ പ്രധാനമാണ്. കാരണം യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷൻ ചെയ്യാൻ കഴിയും. ആറ്റം വിഘടിച്ച് വൻതോതിൽ ഊർജം പുറത്തുവിടുന്ന ഒരു പ്രക്രിയയാണിത്. ഇതാണ് ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിന് പിന്നിലെ ശക്തി. ആണവായുധങ്ങൾക്ക് യുറേനിയം അത്യന്താപേക്ഷിതമാണ്, പക്ഷേ ചിലതരം ആയുധങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമാകൂ. ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് വൻതോതിലുള്ള ഊർജം പുറത്തുവിടുന്നു. ഇത് വൻതോതിലുള്ള നാശത്തിനും ജീവഹാനിക്കും കാരണമാകും. ഒരു ന്യൂട്രോൺ ഒരു യുറേനിയം 235 ആറ്റത്തിൽ ഇടിക്കുമ്പോൾ ആറ്റം വിഭജിക്കപ്പെടുകയും വലിയൊരു ഊർജ്ജ സ്ഫോടനം പുറത്തുവിടുകയും ചെയ്യുന്നു. ഒരു സാധാരണ ആണവായുധത്തിൽ 90% വരെ യുറേനിയം 235 അടങ്ങിയിരിക്കുന്നു. ഈ ഉയർന്ന സമ്പുഷ്ടമായ രൂപമില്ലാതെ ഒരു ന്യൂക്ലിയർ ബോംബ് സാധ്യമാകില്ല. വിനാശകരമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ യുറേനിയം ഉപയോഗിക്കാമെങ്കിലും അതിന് സമാധാനപരവും പോസിറ്റീവുമായ ഉപയോഗങ്ങളുണ്ട്. ആണവ നിലയങ്ങളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇതേ വിഘടന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ഈ താപം ജലത്തെ നീരാവിയാക്കി മാറ്റുന്നു. തുടർന്ന് അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ടർബൈനുകൾ കറക്കുന്നു. ഇന്ത്യയിൽ കൂടകുളം, താരാപൂർ, റാവത്ത്ഭട്ട തുടങ്ങിയ ആണവ നിലയങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതിക്ക് പുറമെ വൈദ്യശാസ്ത്ര മേഖലയിലും ബഹിരാകാശ ദൗത്യങ്ങളിലും യുറേനിയം ഒരു പങ്ക് വഹിക്കുന്നു. കൂടാതെ അത് ബഹിരാകാശ പേടകങ്ങൾക്ക് ഊർജവും നൽകുന്നു. ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഊർജ്ജമാണ് പുറപ്പെടുവിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളെ തൽക്ഷണം കൊല്ലാൻ ഇതിന് കഴിയും. ഒരു ബോംബിന് ഒരു നഗരം മുഴുവൻ തകർക്കാൻ കഴിയുന്നത്ര വലുതാണ് അതിൻ്റെ വിനാശകരമായ ശക്തി. വെറും 1 കിലോഗ്രാം യുറേനിയം 238 ന്യൂക്ലിയർ ഫിഷൻ വഴി പൂർണ്ണമായി വിഭജിക്കപ്പെടുമ്പോൾ ആയിരക്കണക്കിന് ടൺ TNGയുടെ അത്രയും ഊർജ്ജം പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് യുറേനിയം ദുരുപയോഗം ചെയ്താൽ ഒരു വിനാശകരമായ ശക്തിയായും ഊർജ്ജ ഉൽപ്പാദനം, ബഹിരാകാശ പര്യവേക്ഷണം, മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ഒരു പരിവർത്തന ശക്തി സ്രോതസ്സായും കാണപ്പെടുന്നത്.
യൂണിയൻ ഓഫ് കൺസേൺഡ് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് നിലവിൽ 9 രാജ്യങ്ങൾക്ക് മാത്രമേ ആണവായുധങ്ങളുള്ളൂ. ഏറ്റവും വലിയ ആണവ ശേഖരം റഷ്യയുടെ കൈവശമുണ്ട്. തൊട്ടുപിന്നിൽ അമേരിക്കയാണ്. ചൈന അതിവേഗം തങ്ങളുടെ ആണവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വളർന്നു വരുന്ന ആയുധശേഖരം കൈവശം വെച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും അവയുടെ കൃത്യമായ എണ്ണം രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. ഇതിനിടെ ഒരു ആണവായുധ ശേഖരത്തിൽ ഒരു സൂപ്പർസോണിക് മിസൈൽ പതിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിലും അതൊരു ആണവ സ്ഫോടനത്തിന് കാരണമാകുമോ എന്നും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സജീവമാകുമോ എന്നും സംശയമാണ്. ആണവായുധങ്ങൾ വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് സൂക്ഷിക്കുക. സാധാരണയായി ഭൂഗർഭ ബങ്കറുകളിലോ പ്രത്യേക ആയുധ സംഭരണ മേഖലകളിലാണ് ആണവായുധങ്ങൾ സൂക്ഷിക്കുക. 4-5 മീറ്റർ കനമുള്ള മതിലുകൾ കെട്ടി അതിനുള്ളിലാണ് അവ സംഭരിക്കുക. കൂടാതെ സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാതിലുകളാണ് അവയ്ക്കുണ്ടാവുക. ഒന്നിലധികം സുരക്ഷാ പാളികളോടെ അവ ആഴത്തിലുള്ള ഭൂഗർഭ അറകളിലാണ് സൂക്ഷിക്കുക. ആണവായുധ കേന്ദ്രങ്ങൾക്കുള്ള പ്രധാന സുരക്ഷാ നടപടികൾ അറിയാം. ഭൗതികമായ സുരക്ഷാ കവചങ്ങൾ: ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പ്രവഹിക്കുന്ന മുള്ളുകമ്പി, റേസർ വയറുകൾ, സുരക്ഷാ വളയങ്ങൾ, നിരീക്ഷണവും സെൻസറുകളും, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന സെൻസറുകൾ, CCTV ക്യാമറകൾ, നൂതനമായ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഓരോ ആണവായുധങ്ങളും പ്രത്യേകമായി നിർമ്മിച്ചതും ബലപ്പെടുത്തിയതുമായ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച അറയ്ക്കുള്ളിലാണ് സൂക്ഷിക്കുന്നത്. ആണവായുധം സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തേക്ക് എപ്പോഴും തടസ്സം കൂടാതെ വൈദ്യുതി നൽകും. കൂടാതെ ഇവയുടെ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് ആക്സസ് സംവിധാനങ്ങൾ വഴി ഇവിടേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. മാധ്യമ റിപ്പോർട്ടുകളും വിദഗ്ധരുടെ വിശകലനങ്ങളും പ്രകാരം പാകിസ്ഥാൻ 4 പ്രധാന സ്ഥലങ്ങളിലാണ് തങ്ങളുടെ ആണവായുധ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത്. മസൂർ വ്യോമത്താവളം: കറാച്ചിക്ക് സമീപമുള്ള മസൂർ വ്യോമത്താവളമാണിത്. മിറാഷ് 3-5 സ്ക്വാഡ്രോണുകളുടെ ആസ്ഥാനമായ ഈ താവളത്തിന് സമീപം ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ അറയുണ്ടെന്ന് കരുതുന്നു. സർഗോദ ഗാരിസൺ: പാകിസ്ഥാൻ മിസൈലുകളും ആയുധങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന പ്രധാന സ്ഥലമായി കണക്കാക്കപ്പെടുന്ന ഇടമാണിത്. പേലോഡുകൾ എത്തിക്കാൻ കഴിവുള്ള F-16 വിമാനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. ബൊലാരി വ്യോമത്താവളം: അസാധാരണമാവിധം ഉയർന്ന സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള വ്യോമത്താവളമാണിത്. താരതമ്യേന പുതിയ വ്യോമത്താവളമായി ഇവിടെ ആണവായുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ബലൂചിസ്ഥാനിലെ ഭൂഗർഭ സൗകര്യം: മിസൈലുകളും ആണവായുധങ്ങളും സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായി ഈ മേഖലയിലെ ഭൂഗർഭ അറ കരുതപ്പെടുന്നു. മറ്റ് ആണവായുധ രാജ്യങ്ങളെപ്പോലെ പാകിസ്ഥാനും രാജ്യത്തെ ഒന്നിലധികം സ്ഥലങ്ങളിലായാണ് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ തന്ത്രം ആണവായുധങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഭീഷണി ഉണ്ടായാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ. മാക് 2.8 മുതൽ 3.0 വരെ വേഗത കൈവരിക്കാൻ ഈ മിസൈലിന് കഴിയും. ഇത് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കും. ഇതിന് 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു ഉയർന്ന സ്ഫോടക വസ്തു വഹിക്കാനും 300 മുതൽ 800 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കഴിയും. ഇത് കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ വലിയ സ്ഫോടന ശേഷിയും ഉയർന്ന വേഗതയാൽ സൃഷ്ടിക്കപ്പെടുന്ന വലിയ ഗതികോർജവും കാരണം വലിയ നാശമുണ്ടാക്കും. സാധാരണയായി വലിയ കനത്തിൽ സുരക്ഷാ കവചം തീർത്ത ബങ്കറുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ വെപ്പൺ സ്റ്റോറേജ് ഏരിയകളിലാണ് ആണവായുധങ്ങൾ സൂക്ഷിക്കുക. ഉയർന്ന സ്ഫോടന ശേഷിയുള്ള ഒരു മിസൈൽ പതിച്ചാൽ പോലും അതൊരു ആണവ സ്ഫോടനത്തിന് കാരണമാകില്ല. കാരണം പരമ്പരാഗതമായ രീതിയിലുള്ള സ്ഫോടനത്തിലൂടെ മാത്രം ആണവ ബോംബുകൾക്ക് പൊട്ടിത്തെറിക്കാൻ കഴിയില്ല. അവ സജീവമാകുന്നതിന് ഇലക്ട്രോണിക് കമാൻഡുകളും സുരക്ഷിതമായ സ്ഫോടന കോഡുകളും കൃത്യമായി നൽകേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ സ്ഫോടനം ഉണ്ടായാൽ അത് തടയുന്നതിന് ഒന്നിലധികം സുരക്ഷാ പാളികളുള്ള അറയിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ നേരിട്ട് മിസൈൽ പതിച്ചാൽ പോലും ആണവ വിസ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം അതിന്റെ ഘടന നശിക്കാനും റേഡിയോ ആക്റ്റീവ് ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.